إن الحمد لله أصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 159-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വഇൻ മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്നും ആരും തന്നെയില്ല, ഇല്ലാ ലയുഅ്മിനന്ന ബി, അദ്ദേഹത്തിൽ വിശ്വസിക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കാതെ ഒരു വേദക്കാരും തന്നെ ഉണ്ടാകില്ല. ഖബ്ല മൗതിഹി, അദ്ദേഹത്തിന്റെ മരണത്തിനു മുമ്പ്. എന്താണ് ഇതിന്റെ വ്യാഖ്യാനം? എന്താണ്? ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും ഒരു വരവ് വരുന്നതാണ്. ഖിയാമത്ത് അന്ത്യനാളോടടുത്തുള്ള ആ ഭൂമുഖത്തേക്കുള്ള അദ്ദേഹത്തിന്റെ വരവോടുകൂടി അന്ന് ജീവിച്ചിരിക്കുന്ന വേദക്കാർ മുഴുവനും സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കുമെന്നാണ് ഈ വചനത്തിന്റെ വ്യാഖ്യാനമായി ഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും വ്യാഖ്യാനിച്ചു കാണുന്നത്. അല്ലാഹു അഅലം. അതിന്റെ യാഥാർത്ഥ്യം അല്ലാഹുക്കറിയാം. എന്നാൽ നോക്കൂ നിങ്ങൾ, ഈ രൂപത്തിൽ അവർ എന്ന് ശിർക്കിലും കുഫറിലും ആപതിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തികളൊക്കെയും അന്ന് ഈസാ നബി അലൈഹിസ്സലാമിനെ നേരിട്ട് കാണുകയും സത്യം മനസ്സിലാക്കുകയും അങ്ങനെ അവരുടെ ആ പിഴച്ച വാദങ്ങളൊക്കെ കൈവടിഞ്ഞുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിലേക്ക്, ആ സത്യവിശ്വാസത്തിലേക്ക് കടന്നുവരുമെന്നാണ് ഈ ആയത്ത് നമുക്ക് ബോധിപ്പിച്ചു തരുന്നത്. വയൗമൽ ഖിയാമത്തി, ആ അന്ത്യനാളിൽ യകൂനു, അദ്ദേഹമാകും അലൈഹിം, അവരുടെ മേൽ ഷഹീദൻ, സാക്ഷിയാകുമെന്നാണ്. ഈസാ നബി അലൈഹിസ്സലാം തന്റെ ജനതക്ക് സാക്ഷിയായി അല്ലാഹു സുബ്ഹാനഹു തആല ആ യൗമൽ ഖിയാമത്ത്, ആ പ്രതിഫല നാളിന്റെ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈസാ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാമിനെ അവരുടെ മേൽ സാക്ഷിയായി കൊണ്ടുവരും. അങ്ങനെ അവരുടെ വിചാരണ മുന്നോട്ട് പോകുമെന്നൊക്കെയാണ് ആ ആയത്തിന്റെ അർത്ഥമായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. ഈ രൂപത്തിൽ ആ വേദക്കാർക്ക് ഒരു സത്യം മനസ്സിലാക്കാനുള്ള ഒരു അവസരം, ഒരു പുനർവിചിന്തനത്തിനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു തആല ഒരുക്കി കൊടുക്കുമെന്ന് വേണം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.